ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തെ സ്നേഹവന്ദനം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 5-ാം അധ്യായത്തിൽ 10 കൽപ്പനയെക്കുറിച്ച് വിശദീകരിച്ചതിന് ശേഷം 6-ാം അധ്യായത്തിൽ അതിലെ സുപ്രധാനമായ കൽപ്പനയെക്കുറിച്ചാണ് ഇവിടെ മോശ ഇസ്രായേൽ ജനത്തോട് പറയുകയും എഴുതുകയും ഇവിടെ ചെയ്യുന്നത്. നീ കൽപ്പന പാലിക്കുന്നത് നിനക്ക് ദീർഘായുസ്സുണ്ടാകാനും നിനക്ക് നന്മയുണ്ടാകാനുമാണ്. ദൈവത്തെ അറിയുകയും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവികമായ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവന് മനസ്സമാധാനവും ദീർഘായുസ്സ് ലഭിക്കാൻ കാരണമായിട്ട് തീരും. പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നു. അവിടെ നിങ്ങൾക്ക് അനുഗ്രഹവും സമൃദ്ധി ഉണ്ടാകുവാൻ ആ കൽപ്പനകൾ നിങ്ങൾ പാലിക്കണമെന്നുള്ളതാണ്. 4-ാം വാക്യത്തിൽ പറയുന്ന ദൈവം ഏക ദൈവമാണ്. ത്രിത്വം അതിലെ 3 ആളത്വങ്ങളാണ്. ഏകദൈവ വിശ്വാസത്തിലാണ് ഇസ്രായേൽ ജനം. പുതിയ നിയമത്തിൽ നമ്മൾ അപ്രകാരം തന്നെയാണ്, ഏകദൈവമാണ്. എന്നാൽ ദൈവത്തിൻ്റെ 3 ആളത്വങ്ങളായി പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിനെ നമ്മൾ കാണുന്നുവെന്ന് മാത്രം. എന്നിട്ട് യഹോവയായ ദൈവം മോശ മുഖാന്തരം പറയുന്നതും ദൈവികമായ വചനം എപ്പോഴും നിൻ്റെ ഹൃദയത്തിലുണ്ടാവണം. നിൻ്റെ മക്കളോട് നീ അത് പറഞ്ഞു കൊടുക്കണം. നിൻ്റെ തലമുറകളെ ആ വചനം നീ പഠിപ്പിക്കണം. നിൻ്റെ ഭവനത്തിലും നിൻ്റെ കട്ടിളപ്പടിമേലും നീ കിടക്കുന്ന കട്ടിലിലുമൊക്കെ അത് എഴുതി വയ്ക്കണം. നിൻ്റെ കയ്യിലൊരു അടയാളമായിരിക്കണം. നിൻ്റെ നെറ്റിത്തടത്തിലും അത് നീ എഴുതി വയ്ക്കണം. കാരണം നിന്നെ കാണുന്നവർ ഈ കൽപ്പന കാണുവാനും അത് ഓർക്കുവാനും കാരണമായിട്ട് തീരണം. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്ന പിതാക്കന്മാർ കൊടുത്ത ആ വാഗ്ദത്തമാണ് ഈ കനാൻ ദേശത്ത് ഞാൻ നിങ്ങളെ കൊണ്ടുവരുമെന്നുള്ളത്. ആ ദേശം നിങ്ങൾക്ക് തരുമ്പോൾ അവരെനിക്ക് വിധേയമായി ജീവിച്ചതുപോലെ നിങ്ങളും എനിക്ക് വിധേയമായി ജീവിക്കുക, എന്നെ സ്നേഹിക്കുക, ഞാൻ നിങ്ങളെ സ്നേഹിക്കും. നിങ്ങളൊരു കാരണവശാലും അന്യ ദൈവങ്ങളെ സേവിക്കുവാനായിട്ട് നിങ്ങൾ പോകരുത്. അങ്ങനെ ചെയ്താൽ ദൈവം നിങ്ങളെ ശിക്ഷിക്കും. ദൈവം അസഹിഷ്ണുവാണ്. അല്ലെങ്കിൽ ദൈവം അതുമാത്രം ദൈവത്തിന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. 1-ാമത്തെ കൽപ്പനയുമായി ബന്ധപ്പെട്ടാണ് ഈ അധ്യായത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. നിങ്ങൾ പണിയാത്ത ഭവനത്തിൽ ആ പട്ടണത്തിൽ പാർക്കുവാനും നിങ്ങൾ കുഴിക്കാത്ത കിണറുകൾ അനുഭവിക്കാനും നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിയുടെയും മറ്റു ഫലങ്ങൾ അനുഭവിക്കുവാനും ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ അത് ചെയ്തതായ ദൈവത്തെ മറക്കുന്ന രീതി നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവരുത്. എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കേണ്ടതെന്ന് പറഞ്ഞ് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും കൂടി സ്നേഹിക്കുക. അതിൻ്റെ അർത്ഥം മറ്റെല്ലാത്തിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക. അഥവാ ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ മറ്റൊന്നിനെയും സ്നേഹിക്കാൻ പാടില്ല. ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അത് വാസ്തവത്തിൽ സ്നേഹം എന്നതിനേക്കാൾ വേണമെങ്കിൽ നമുക്ക് പ്രേമം എന്ന വാക്കായിരിക്കും കുറച്ചുകൂടി അർത്ഥവത്ത്. നമുക്കറിയാം, പരസ്പരം പ്രേമിക്കുന്ന കമിതാക്കൾ ആരെ സ്നേഹിക്കുന്നോ ആ ആളിൻ്റെ ഒരു കുറവുകളും അവരെ സ്പർശിക്കുന്നില്ല. അവരുടെ ഒരു സാഹചര്യങ്ങളും ആ സ്നേഹത്തിൽ നിന്ന് അവരെ പുറകോട്ട് വലിക്കില്ല. കാരണം അവർ ആ വ്യക്തിയെ മാത്രമാണ് നോക്കുക, ആ വ്യക്തിയെ മാത്രമാണ് സ്നേഹിക്കുക. അവരുടെ സാമ്പത്തിക സ്ഥിതിയോ വിദ്യാഭ്യാസ യോഗ്യതയോ അവരുടെ ഭവനമോ ഒന്നും അവരെ അവിടെ ബാധിക്കില്ല. ആയതുപോലെ യേശുക്രിസ്തു എന്ന വ്യക്തിയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. പുതിയ നിയമത്തിൽ ആ വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ അതിന് ഉപരിയായി മറ്റൊന്നിനെ നമുക്ക് സ്നേഹിക്കാനാവില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞല്ലോ, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ്. കാരണം അത്രമാത്രം നമ്മുടെ സ്നേഹം ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, അങ്ങനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ഈ ഭൂമിയിൽ ഉള്ളതൊന്നും നമ്മെ സ്വാധീനിക്കുകയില്ല. അപ്പോസ്തലനായ പൗലോസ്ലീഹായെ നോക്കുക. എന്തിൻ്റെ കുറവാണ് അദ്ദേഹത്തിനുള്ളത്? ജ്ഞാനസംബന്ധമായും അല്ലെങ്കിൽ ആ സമൂഹത്തിൽ ഒരു പരീശൻ്റെ മകനാണ്. ഗമാലിയലിൻ്റെ കീഴിൽ നിന്ന് വിദ്യ അഭ്യസിച്ചവനാണ്. സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും നേതൃത്വപരമായും എല്ലാ രീതിയിലും ഉന്നത പദവിയിലുണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം യേശുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ബാക്കിയെല്ലാം ചവറഞ്ഞെണ്ണുകയാണ്. നമ്മുടെ ആദിമ മാതാപിതാക്കൾ ഇത് ചെയ്യുന്നു. ലോകം, ധാതു, സഹോദര, ജാതി, തറവാടെല്ലാം യേശുവിന് വേണ്ടി വേണ്ടെന്ന് വയ്ക്കുകയാണ്. ആ ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾക്ക് പോയാൽ മതി എന്നവർ ആഗ്രഹിക്കുകയാണ്.
പ്രിയമുള്ളവരെ, നമുക്കും ആ ഒരു ആഗ്രഹം ഉണ്ടാകണമെങ്കിൽ ദൈവം ആരെന്ന് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിയണം. ദൈവസ്നേഹം നമ്മൾ തിരിച്ചറിയുമ്പോൾ മാത്രമേ മറ്റുള്ള എല്ലാത്തിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുള്ളൂ. ആ സ്നേഹത്തിലേക്ക് വളരുവാൻ നമ്മുടെ വേദപുസ്തക വായനകളും പ്രാർത്ഥനകളും ആരാധനകളും ഒക്കെ നമ്മെ സഹായിക്കണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തുമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.